ഈ ദിനം ഈശോയോടൊപ്പം എൻ്റെ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ്റെ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ്റെ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ്റെ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചു. ഈ ദിനം ഈശോടൊപ്പം ഈ ദിവ്യാന ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. തിരുവസ്തുവിനായി ഈശോയെ എല്ലാ വ്യക്തി കുടുംബങ്ങളെയും സമൂഹങ്ങളെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിനൊരുക്കമായ ഈ നോമ്പിൻ്റെ 8-ാം ദിനമായി ഇന്ന് പ്രത്യേകമായ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന തിരുവചന ഭാഗം, അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 49-ാം തിരുവചനമാണ്. ഈ തിരുവചനത്തിൽ പരിശുദ്ധ അമ്മ ഇപ്രകാരം പറയുന്നു: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അത് ഈ ദൈവം ശക്തനായ ദൈവമാണ്. തിരുവസ്തുവിനായ ഈശോയെ അങ്ങ് ശക്തനാണ്, അങ്ങ് വലിയ ദൈവമാണ്. ശക്തനായ ദൈവമേ, വലിയ ദൈവമേ, ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഇന്നേ ദിനം വൻ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ശക്തനായ ദൈവമേ ചെയ്യണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ സമയം അനേക ജീവിതങ്ങളെയും കുടുംബങ്ങളിലേക്ക് ഈശോ വരുന്ന സമയമാണ്. ശക്തനായ ദൈവം ശക്തമായ കാര്യങ്ങൾ ഈ സമയം നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ചെയ്തതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും, നമ്മുടെ ആത്മീയ മേഖലയിൽ കർത്താവ് ശക്തമായ കാര്യങ്ങൾ ചെയ്യട്ടെ. ഓ ദൈവമേ, പരിശുദ്ധ നമ്മുടെ ജീവിതത്തിൽ ചെയ്തതുപോലെ വൻ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ശക്തനായ ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഒറ്റവരിലും പ്രിയപ്പെട്ടവരിലും സഭ മുഴുവൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യുന്ന വലിയ ദൈവത്തെ, ശക്തനായ ദൈവത്തെ ഇരു കാര്യങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ യേശുവേ എന്ന് സ്തുതിക്കാം. ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്ന ദൈവമക്കൾ ഈ സമയം മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോയെ കൃപയാ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആശീർവാദം സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും
എന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ജിജോ. ഞങ്ങൾ കാരക്കുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ മകൾ തെരേസയ്ക്ക് ലഭിച്ച രോഗശാന്തി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. 2024 സെപ്റ്റംബർ 5-ാം തീയതി ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ കൂടി നൽകി ദൈവം അനുഗ്രഹിച്ചു. അവളുടെ ജനനശേഷം നടന്ന സ്വാഭാവിക പരിശോധനയിൽ ഹൃദയമിടിപ്പിൽ വ്യത്യാസമുള്ളതായി ഡോക്ടറും പറഞ്ഞു. തുടർന്ന് നടന്ന എക്കോ പരിശോധന ചെയ്തപ്പോൾ ഹൃദയ അറകളിൽ 2 ഹോളുകൾ ഉള്ളതായി അറിഞ്ഞു. തുടർ പരിശോധന ആവശ്യമാണെന്നും പീഡിയാട്രിക് കാർഡിയോളജി ഡോക്ടേഴ്സ് ഉള്ള ഹോസ്പിറ്റലിൽ പോകണമെന്നും അവർ നിർദ്ദേശിച്ചു. പരിചയമുള്ള ഡോക്ടേഴ്സിനോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ചിലപ്പോൾ സർജറി വരെ ആവശ്യമായി വന്നേക്കാം എന്നും പറഞ്ഞു. ഈ ഘട്ടത്തിൽ വീട്ടുകാരുടെ ഉപദേശപ്രകാരം താബോറിൽ വന്ന് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോർജ് പള്ളിക്കുന്നൽ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തിരുന്നു. 70 ദിവസം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുവാനും വെഞ്ചരിച്ച വെള്ളം ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ ഹൃദയഭാഗത്ത് കുരിശു വരയ്ക്കണമെന്നും പറഞ്ഞു. 120 ദിവസം ആകുമ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിക്കുമെന്നും സൗഖ്യം ലഭിക്കുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം നൽകണമെന്നും അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ അച്ഛൻ പറഞ്ഞതുപോലെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. മാസം തോറുമുള്ള പരിശോധനയിൽ ഹൃദയ മർമറിങ് കുറഞ്ഞു വരുന്നതായി അനുഭവപ്പെട്ടു. 2025 ജനുവരി 8 ബുധനാഴ്ച അച്ഛൻ പറഞ്ഞു 120 ദിവസം പൂർത്തിയായി. ഇന്നലെ വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ പോയി. വീണ്ടും എക്കോ പരിശോധനയിൽ ആ ഹോളുകൾ 2ഉം പൂർണ്ണമായും അടഞ്ഞതായി കണ്ടു. ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല. പരിശുദ്ധ താബോർ മാതാവ് വഴി ഈശോ തന്ന ഈ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി സ്തുതിയും ആരാധനയും. ഈ ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം